അപ്പൊ അരി ഇടാണ് കേട്ടോ. ബിരിയാണിക്കുള്ള അരി ഇടാണ്. എല്ലാ ടീമുണ്ട് ഇവിടെ. ഇപ്പൊ ബിരിയാണിക്കുള്ള ബീഫ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് പിന്നെ മസാല ഒക്കെ പറ്റിക്കാണ്. ആ അവിടെ എന്തൊക്കെ കലാപരിപാടി നടക്കണ്ടല്ലോ ദോസ്ത? ഇതിപ്പോ നോമ്പായിപ്പോ എന്ത് ചിക്കൻ അല്ല, കാടാണ് അല്ലേ? ഇത് കാട. നമ്മളെ പരിപാടിന്റെ പറഞ്ഞാലേ ഇത് നമ്മളെ നാടിന്റെ ഒരു ഐക്യാണ്. ഇത് എല്ലാരും പാടെ ഒത്തൊരുമിച്ച് ഒരു തുറവി. സുഹൃത്തുക്കളെ, ഷാജിസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെന്നുള്ളത് എൻ്റെ നാടായ വീതൻശ്ശേരി തന്നെയാണ്. ഇവിടെ നിന്ന് നോമ്പ് തുറയാണ്, വീതൻശ്ശേരി നിവാസികളുടെ സമൂഹ നോമ്പ് തുറവി. അപ്പോൾ നമ്മളെ വീതൻശ്ശേരി ഗ്രൗണ്ടിലാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെയാണ് ഇഫ്താറിൻ്റെ ഇത് ഒരുക്കണത്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് നമ്മളെ ചെക്കന്മാരൊക്കെ. പിന്നെ അപ്പുറത്ത് പിന്നെ നമ്മളെ ദോസ്തൻ്റെ പീടിയിൽ വേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പിന്നെ വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ പ്രവാസികൾക്കും എല്ലാവർക്കും കാണാനും പിന്നെ നിങ്ങൾക്കൊക്കെ കാണാനൊക്കെ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും, നമുക്കിത് കാണാം. അപ്പോൾ വീഡിയോക്ക് പോവാം. നമുക്ക് ചെക്കന്മാരൊക്കെ അലങ്കാരപ്പണിയിലാണ് അല്ലേ ആകട്ടപ്പാ? അലങ്കാരപ്പണിയിലാണ്. ലൈറ്റ് വർക്ക് പൊളിക്കാല പരിപാടിയാണ്. സജിയാ സൂപ്പർ ആയിക്കോട്ടെ. അലങ്കാരപ്പണികളിലാണ്. രാത്രിയാണ് ഇതിന്റെ സെറ്റപ്പ് അറിയാം. ഇതൊക്കെ രാത്രിയാണ് ഇതിന്റെ സെറ്റപ്പ് അറിയാം. തൊട്ടപ്പാ SCT ഫുള്ള് ജനല്ലേ വാവേ, എല്ലാ വീഡിയോയിലും ജനല്. അപ്പോൾ ഗ്രൗണ്ടിൽ രാവിലെ തന്നെ ചെക്കന്മാരൊക്കെ വന്ന് കണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കാം കേട്ടോ. ലൈറ്റ് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വൈകുന്നേരമാണ് അതിൻ്റെ ഇതിട്ട. കുട്ടപ്പനുണ്ട്, മിസാജ്, ഇബ്രായി, CT, പാരി, എല്ലാ ടീമും ഉണ്ട് ഇവിടെ. അപ്പോൾ അതാണ് നമ്മളെ ഗ്രൗണ്ട് കേട്ടോ, ശരി ഗ്രൗണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഉസ്മാനിയയിലാണ് കേട്ടോ നമ്മളെ ബിരിയാണി പിന്നെ റെഡിയാക്കുന്നത്. കേൾക്കണോ? നമ്മളെ പിന്നെ ഇഫ്താറിനുള്ള ബിരിയാണി ഇവിടെ തയ്യാറാക്കണം. നമ്മളെ ഇതിൻ്റെ പിന്നെ മുൻനിരയിൽ പ്രവർത്തിക്കണ കുഞ്ഞാണി ദോസ്ത്. ഇത് കുഞ്ഞാണി. ഞാൻ എവിടെ എത്തി? പരിപാടി നടന്നുകൊണ്ടിരിക്കണല്ലേ? ഇതാണ് നമ്മളെ ഉസ്മാൻ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ഹോട്ടല്, പിന്നെ ഉസ്മാനിയ ഫുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാരണം, എന്നാലും കുറെ വിട്ടില്ലോല് കാണും, ഓൽക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഷെഫാണ്. പിന്നെ കുറെ ഉസ്മാനിയന്റെ അസിസ്റ്റന്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അയക്കുമ്പോൾ എൻ്റെ സംഗതി മെയിൻ അസർപ്പൂ. ഇത് ബീഫ് ബിരിയാണി, നല്ല പോത്ത് ബിരിയാണി. ഇത് കണ്ട കണ്ട ചെമ്പാണ്. ഈ കിടക്കണൊക്കെ ചെമ്പ് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഉസ്മാനാണ് അതിൻ്റെ പരിപാടിയിലാണ് ചെക്കന്മാർ. ഫുൾ ടീമുണ്ട്. അപ്പോൾ അരി ഇടുകയാണ് കേട്ടോ. ബിരിയാണിക്കുള്ള അരി ഇടുകയാണ്. എല്ലാ ടീമുണ്ട് ഇവിടെ. ഇത് ഞങ്ങളെ നാട്ടുകാരാണ് കേട്ടോ. ഉസ്മാൻ ഞങ്ങൾക്ക് നാട്ടുകാരാണ്, ചെറുപ്പം മുതലേ കാണാൻ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഫ്രീ ആയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു കിൻഡലിൻ്റെ ആണ് ചെമ്പ്. അത് പെരും പുക ഉണ്ട്. പിന്നെ അപ്പോൾ ഇത് ഒന്നുകൂടി കിടക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണിക്കുള്ള ബീഫ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് പിന്നെ മസാല ഒക്കെ പറ്റിക്കാണ് അവിടെ. ഇനി എന്താണ് ഇവിടെ? ഇതൊക്കെ ഓരോരോ മസാലപ്പണികളാണിത്. കലാപരിപാടികളുണ്ടോ? ഒരുപാട് പരിപാടികളുണ്ട്. അതിൻ്റെ അടിയിൽ ചെറിയ ഓർഡർ വേറെ ഉണ്ട് കേട്ടോ. അതാണ് ഇതൊക്കെ. അതിൻ്റെ അടിയിൽ ചെറിയ ഓർഡർ ഉണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇടുന്നത്. ഉപ്പ്, അതാണ് മെയിൻ ഘടകം. ഉസ്മാന്റെ ഫുഡ് പറഞ്ഞാലേ ഉസ്മാനാണ് വിശ്വസിച്ച് ഏൽപ്പിച്ച നല്ല ഫുഡൊക്കെ നമ്മള് കാലങ്ങളായിട്ട് കഴിക്കണം. ഉസ്മാനിയത്തെ ഒരു ചിക്കൻ കട ഉണ്ട്, പിന്നെ നോമ്പായിട്ട് ഇട്ടുണ്ട്. അതിന്റെ വീഡിയോ ടോപ്പ് സാധനമാണ്. അത് കൂട്ടി പൊറാട്ട അങ്ങനെ നിന്നാണ്ടല്ലോ.
ആ ആ അവിടെ എന്തൊക്കെ കലാപരിപാടി നടക്കണ്ടല്ലോ ദോസ്ത? ഇതിപ്പോ നോമ്പായിപ്പോയി. എന്ത് ചിക്കൻ അല്ല, കാടാണ് അല്ലേ? ഇത് കാട കാട. അത് കാട. എന്താ വെച്ചാൽ കുറച്ച് ഓർഡറുകൾ വേറെ ഉണ്ട് കേട്ടോ. ഓർഡറുകൾ കുറേ ഓർഡർ ഉണ്ട്. അതാണ് ചിക്കൻ ചില്ലി. ചിക്കൻ ചില്ലി. ഇതെന്താ ബ്രോസ്റ്റാ? ചിക്കൻ പീസ് അല്ലേ? അത് ചിക്കൻ പീസ്. ഇതൊക്കെ ഓരോ ഓർഡറുകൾ ചെറുതാട്ടോ. അത് ഓർഡറുകൾ ചെറുതുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ നമ്പറൊക്കെ ഇട്ടത്. ഇവിടുത്തെ ചിക്കൻ ചില്ലി എന്നൊക്കെ പറഞ്ഞ ഉസ്മാനിയത്തെ ടോപ്പ് സാധനം. നമ്മളെ ഉസ്സു പണിയിലാണ്. നമ്മളെ നാട്ടുകാരനാണ്, ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരാണ്, ഞങ്ങളെ ദോസ്തുക്കളാട്ടോ. പിന്നെ ദോസ്തിന് ഇവലൊക്കെ അറിയാം, നമ്മളെ റീൽസിലെ താരാണ് ഇപ്പൊ. പിന്നെ കുഞ്ഞാണി ഇവലൊക്കെയാണ് ഇതിന്റെ മുൻനിരയിൽ നിന്ന് കണ്ട് ഇങ്ങനെ ആക്കി വെച്ചത്. ഇതിന് പരിപാടി ഉണ്ടാക്കാൻ നല്ല പണിയാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇതെല്ലാരായിട്ട് കണ്ട് പിന്നെ പറഞ്ഞ് പൈസ ഒക്കെ സംഘടിപ്പിക്കണം. അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങിയ ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ ഇവന്റെ പീടിയിലുണ്ട് കുറെ ആൾക്കാർ. ഉള്ളിയൊലോച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ബീജംശ്ശേരി. ഇതിപ്പോ അവിടെ ഉള്ളത് അനീക്കോടാണ്. അനീക്കോട് ഉസ്മാനിയിലാണ് ഞങ്ങളുള്ളത്, പോലെ കിച്ചണിലാണ് ഉള്ളത്. അപ്പൊ അവിടെ കുറെ പരിപാടി എടുക്കണം, അതൊക്കെ നമ്മളെ വീഡിയോയിൽ വരും. അപ്പൊ വീഡിയോയിൽ എന്താ വെച്ചാല് ഇപ്പൊ ഇന്നലെ ഇപ്പൊ കമന്റ് ചെയ്യുന്നതിന് ബീജംശ്ശേരിത്തെ നമ്മളെ കാരണന്മാരെയും നാട്ടുകാരും ഒക്കെ കാണാൻ പറ്റിയൊരു വീഡിയോ ഇപ്പൊ നമ്മൾ വിടുന്നുണ്ട്. കാരണം റീൽസിന് 1 മിനിറ്റ് ആകുമ്പോ എല്ലാവർക്കും കൊള്ളിച്ചാൻ പറ്റില്ല. ഇത് വിശദമായിട്ട് പ്രത്യേകിച്ച് ഗൾഫുകാർക്കൊക്കെ ഓൽക്കാണ് ഇതിന്റെ നഷ്ടം. അപ്പൊ നമ്മള് ഒരു പുള്ളി വിടാതെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇനി ഒന്ന് സമൂസ അവിടെ എന്റെ വീട്ടില്. അപ്പൊ നമ്മള് അങ്ങോട്ട് വിടണം. ഇവിടെ ചെമ്പുകള് ലവസോ ഇവര് റെഡി ആയിക്കോട്ടെ. ഞങ്ങൾ ഇനി അവിടെ സമൂസപ്പണിയാണ്, അങ്ങോട്ട് പോവാണ്. ഞാൻ പോവല്ലേ എന്നാ. ഇപ്പൊ അതാണ് നമ്മളെ ദോസ്തിന്റെ പീടിയ, കൂയൻ സ്റ്റോർ. അപ്പൊ ഇവിടെയാണ് ഹോട്ടലും ഉണ്ട് കേട്ടോ. പ്രതീക്ഷ ഹോട്ടലും ഒക്കെ പാടെ കൂടിയാണ്, ഒക്കെ തന്നെയാണ്. അത് അവിടെയാണ് നമ്മളെ ഗ്രൗണ്ട്, അവിടെയാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത്, ഇഫ്താർ. അവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ പീടിയ. അപ്പോൾ നമ്മളെ അനീസും ബാപ്പും എല്ലാ ടീമും ഇവിടെ ഉള്ളിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊക്കെ ഇവിടെ ക്ഷീണിച്ച് കുത്തിരിക്കുകയാണ്. ഇബ്രാഹിം അൻസാർ ഇവിടെ ഉണ്ട്. കുഞ്ഞാനിയാ അയ്യോ കണ്ടോ, ഫുൾ ടീമാണ്. അനീസ്, ബാപ്പു, ഇക്കാക്ക, സാപ്പി, മജീദ്. മജീദിന് ഇപ്പൊ പുതിയൊരു കുട്ടിയൊക്കെ ഉണ്ട്, അതിന്റെ സന്തോഷത്തിലാണോ? അതിന്റെ ചെലവ് ഇതി കൂടെ കൂട്ടി അടുപ്പിച്ചപ്പോ ബാപ്പു ആരാ ഉള്ളി കളിച്ചേ എന്നാ? ഉള്ളി കളിച്ച ടീം വേറെ ഉണ്ട് കേട്ടോ. ബാപ്പുന്റെ പിന്നെ ഇബ്രാഹിം, പിന്നെ മെയിൻ ഭണ്ഡാരി നമ്മളെ അനീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക ആ മുണ്ട നിർബന്ധാണ്. ആ മുണ്ടുമാണ് അപ്പളാ അറിയുള്ളതേ. ആ മുണ്ടുമലാണ് അത് അറിയാം, മെയിൻ ഭണ്ഡാരി ആരാണ്. കുഞ്ഞാണി വീശിക്കാണ്. ഇതെന്താണ് ഇവര് കാട്ടിക്കൂട്ടുന്നത്? എന്തെങ്കിലും കള്ളത്തരം. ഉള്ളിന്റെ കറക്റ്റ് അളവ് കൊടുത്തില്ലത് പെട്ടെന്ന്. ദോസ്ത് ഇവിടെ അല്ല, ദോസ്ത് ഇവിടേക്ക് വെക്കാണ്. കോഴിയെ കൊടുത്തെടുത്തല്ലോ. സമൂസക്കില്ല കേട്ടോ, സമൂസക്കില്ല കേങ്ങും ക്യാരറ്റ് കരിഞ്ഞാണ്. സുഹൃത്തുക്കളെ കണ്ടില്ല, നമ്മളെ ചെക്കന്മാര് നട്ടുച്ചക്ക് കണ്ടില്ല. നമ്മളെ ചെക്കന്മാരെ കണ്ടില്ല, സജീവാണ്. ഈ നട്ടുച്ചക്ക് വെയിൽ കൊണ്ടുകൊണ്ടാണ് ഈ ചെക്കന്മാര് ഇതൊക്കെ കെട്ടുന്നത്. പഠിച്ചതിനൊക്കെ അവർക്ക് കൂലി കൊടുക്കട്ടെ. പിന്നെ ഇത് റംസാനിൽ നോമ്പ് ഉറപ്പിച്ചല്ലേ, ആരെന്ത് ചെറിയ പ്രവൃത്തി ചെയ്താലും കൂലി കിട്ടും. കണ്ടോ, ആണ് ചെറുക്കന്മാര്. നമ്മളെ മോനൊക്കെ ഉണ്ട് അവിടെ. നമ്മളെ ചെറുക്കന്മാരെ നല്ല സമ്മതിച്ചാണ് കേട്ടോ. കത്തണ വെയിലാണ് ഇപ്പോൾ. കത്തണ വെയിലും വൈകുന്നേരമായ മഴയാണ്. അത് മഴ ഉണ്ടാകുമെന്നുള്ളൊരു പേടിയിലാണ് ഇപ്പം ഇങ്ങനെ ചെറുക്കന്മാർ. വൈകുന്നേരമായ ചെറുതായിട്ട് മഴയാണ്. ഇപ്പോൾ 2-3 പരിപാടി ഇപ്പം അങ്ങനെ മഴയത്ത് ഇതായി. ഇവിടെ അല്ല, അനീക്കോട് ഇവിടെയൊക്കെ. അപ്പം മഴയൊന്നും ഇല്ലാതെ ഉഷാറായിട്ട് കഴിഞ്ഞാലേ രസമായിക്കാരം. ഇതിനുള്ള വത്തക്ക ഉണ്ടത് പരിപാടിക്കുള്ള വത്തക്കാണ് കുന്നു കൂട്ടിയിട്ടിരിക്കുന്നത്. സമൂസക്കുള്ള മസാലയാണ് തരും കേട്ടോ. സമൂസക്കുള്ള മസാലയാണ് കൊണ്ടുപോകണം. ഇല്ലാത്ത പരിപാടി
നമ്മളെ ചെറുക്കനുണ്ടല്ലേ കൈമ ഇന്നലെ ആക്സിഡന്റ് ആയതാണ്, എന്നിട്ട് ഓന് കിടന്ന് സജീവാകാണ്. അയ്യോ, അപ്പൊ ഇതാണ് നമ്മളെ സമൂസക്കുള്ള മസാല. ചിക്കൻ സമൂസയാണ് ഉണ്ടോ, ചിക്കൻ സമൂസക്കുള്ള മസാലയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഇനി ഇത് ചിറ്റാല പരിപാടിയാണ്, നമ്മളെ ചെക്കന്മാരൊക്കെ വിരലൊട്ടീന്. അപ്പൊ ഇത് ചിറ്റാല പരിപാടിയാണ്. നമ്മളെ ചെക്കന്മാർ ഫുള്ള് സമൂസ സെറ്റില്ല. നാണിപ്പണ്ട്, ഇക്കാക്ക, ബാബു, മുത്തു ഉള്ള ചിറ്റലാണ്. നാണിയാ എനിക്കിത് വല്ലാതെ ചിറ്റാൻ അറിയില്ല, എനിക്ക് കഴിക്കാനേ അറിയുള്ളൂ. അതിന് ആള് വേണ്ടത്. പിന്നെ ഇതൊക്കെ എടുത്ത് ആൾക്കാർക്ക് എത്തിച്ചണ്ടേ വീഡിയോയില്. ഇത് മിക്കവാറും വീഡിയോയില് ഫോട്ടോയില് ഞാൻ ഉണ്ടാവില്ല. അപ്പൊ എന്താ വെച്ചാല് എല്ലാരും എടുക്കുന്ന ആളായോണ്ട് നാണിയാ ആദ്യം ഒരു ഇത് എടുക്കുക, നമ്മളെ ഇത് ഓല അല്ലേ, ഓല എടുത്തു. ഓലൊന്നും എടുത്തു. ഇങ്ങനെ ഒരു മടക്ക് അടക്കി എനിക്കൊരു സ്പൂണ് മസാല തേച്ച് മസാല നിറച്ച് ഒരു മൈദ കൊണ്ട് ഒന്നും ഇങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എന്നെ മോനെ പണിക്കാരനാണ് അല്ലേ. ഓ പാവൊക്കെ ഇത് പഠിക്കാണ് സംഭവം അത് പഠിക്കുമ്പോത്തിന്. അപ്പൊ ഫുള്ള് ടീം വന്നു കേട്ടോ. കുട്ടപ്പൻ ടീമൊക്കെ ഉണ്ട് ഇവിടെ. ഞാന് മാനു വരുന്നു, മാനു തന്നെ വാപ്പു. മാനുന്റെ തല കാണാതെ നമ്മളെ പരിപാടിന്റെ പറഞ്ഞാലേ ഇത് നമ്മളെ നാടിന്റെ ഒരു ഐക്യാണ്. ഇത് എല്ലാരും പാടെ ഒത്തൊരുമിച്ച് ഒരു തുറവി ഇല്ലാതെ എല്ലാരും ഒരേപോലെ ആണെങ്കിൽ നല്ല സമൂസ, കട്ട്ലേറ്റ്, കൊക്കവട, ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ അതല്ല നമ്മളെ നാട് പറഞ്ഞാല് ഇതില് പറഞ്ഞാല് എല്ലാരും ഉണ്ട്. കാണാൻ പറ്റാത്ത പങ്കെടുക്കാൻ പറ്റാത്ത നമ്മളെ പ്രവാസികൾക്കൊക്കെ മറ്റു ചെറുക്കന്മാർ അപ്പൊ സമൂസ പൊരിച്ചടങ്ങിട്ടോ, പൊരിച്ച് കഴിയാനായി. ചിക്കൻ സമൂസയാണ്. സമൂസ അവിടെ അവിടെ നമ്മളെ ചെക്കന്മാര് സുധീഷ് സുധീഷൊക്കെ, കുഞ്ഞു നിസാദ് പാക്കറ്റ് ആക്കാണ്. അപ്പൊ സമൂസ വാപ്പുട്ടി എത്തി എവിടെ പൊരിച്ചിരുന്നൊക്കെ ഇതന്നോളൂ ആക്കി കൊടുത്തു. ഒക്കെ സമൂസ അല്ലേ, ഒക്കെ സമൂസ പാക്കാക്കി ഇട്ട് നമ്മളെ ടീം. രസം ഒരു ടീമുണ്ട്. ഞാനത് ഇത്തപ്പഴം ഒമാൻ ഫ്രഷ് ഇത്തപ്പഴം എന്റെ ഇടയിൽ ഓണത്തിന്റെ ഇടക്ക് പുട്ടച്ചാണ് പറഞ്ഞു. വാപ്പയുടെ കച്ചവടം ഉണ്ട് അതിന്റെ ഇടയില്. വാപ്പ അവിടെ നമ്മളെ വത്തക്ക ഉണ്ട്, വത്തക്ക കട്ട് ചെയ്ത് വെച്ചാണ്. വത്തക്ക ഞാനേ ചാർജ് ഇറക്കാൻ പോയി, ഞാൻ ഫോണ് ചാർജ് കഴിഞ്ഞപ്പോഴേ വത്തക്കാണ് കിടക്കണത്. അത് സൂപ്പർ സാധനം. നമ്മള് പിന്നെ ഇതിലാക്കുമ്പോ എടുക്കണേ, മറ്റേ ടേബിൾ നോക്കുമ്പോളേ അതാണ് തുറക്കല സാധനം ഈത്തപ്പഴം. കോരിനുണ്ട് ചേട്ടടിയില് കുട്ടപ്പാടെ സമൂസ കോരിനെടുക്കുന്ന അറിയുന്നത്. കോരിനാണ് എടുക്കേണ്ടത്. കേക്കണോ, ഇതാണ് കിട്ടണ്ടത്. ഇവിടെ മജീദ് പൊറാട്ട കൊണ്ടുണ്ട് അതിന്റെ അടിയില്.
എല്ലാം കൊക്ക വന്നു പൊറാട്ട മൈദ വത്തക്കേറ്റ് ഇവിടെ പൊടിപൂര കച്ചവടം ഉണ്ട്. കാരണം നോമ്പ് തുറക്കാനുള്ള ടൈം ആകുമ്പോ കുറെ ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. നമ്മളെ കാരണന്മാര് ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മളെ ഗ്രൗണ്ടിൽ എന്തായി നോക്കട്ടെ. മാനുവോ ഇനി എടുത്തില്ലാറരുത്. തങ്ങള് ഇത് നമ്മളെ കുട്ടിയാക്കാണ്. മാനു ഉജി പിന്നെ ബസാക്ക സൈകാക്ക തങ്ങള് അൽവിയാക്ക തങ്ങളെ പോട്ടം വിട്ടുന്ന് നല്ലാരും കിട്ടട്ടെ. നീരാക്കിണ്ട് കേട്ടോ. ടീം കണ്ട് എടുക്കണം നമ്മള്. നമ്മളെ വീരാക്കിയാണ് വരുന്നത്. അപ്പൊ ഇനി നമ്മളെ ഗ്രൗണ്ടിൽ ചെക്കന്മാര് പരിപാടി എങ്ങനെ ഉണ്ടാവട്ടെ. സുഹൃത്തുക്കളെ നമ്മളെ പിന്നെ ലൈറ്റ് ഒക്കെ തെളിഞ്ഞു കേട്ടോ. ഗ്രൗണ്ടിലാണ്. വേറെ എന്താ വെച്ചാല് മയക്കാർ നല്ല മൂടണുണ്ട്. നല്ല മയക്കാർ വരുന്നുണ്ട് ഉണ്ടോ. മയക്കാർ നല്ല മരവാണ്. മഴ ഇപ്പൊ വേണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മളെ പരിപാടിയാണ് കഴിഞ്ഞിട്ട് പെയ്താ റാത്തായിന്. അപ്പോ ചെറുക്കന്മാരുണ്ടല്ലോ സജീവായിട്ട് പരിപാടി എടുക്കണം. അപ്പൊ നമ്മളെ ഇഫ്താറിന്റെ ഒരുക്കങ്ങൾ ഏകദേശം ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 5 മണിയായി. അപ്പോ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് കുട്ടികള് ചെറിയൊരു മഴ ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ മഴ വരുന്നുണ്ട്. ആനൊക്കെ വീട്ടിൽ പോയി സെറ്റൊക്കെ മാറി ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി കാര്യത്തേക്ക് കിടക്കാം. കുട്ടികളൊക്കെ എല്ലാ പരിപാടികളാണ്. ഉണ്ണിക്കുട്ടന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. ഇതാണ് നമ്മളെ ബോർഡ്. കാറ്റോണ്ട് കാണുന്നില്ല. അപ്പൊ ബോർഡ് ഒക്കെ സെറ്റ് ചെയ്യാണ്. ഇത് നമ്മളെ കുഞ്ഞിപ്പാ തർത്താനോ സജീവല്ല. ലൈറ്റൊക്കെ വന്നപ്പോ അടിപൊളി. ചെക്കന്മാര് ഫുള്ള് സജീവമാണ്. അത് വാപ്പാണ് നേതൃത്വം. ഭാര്യ എവിടെ ആരെ വണ്ടി ഉന്തിക്കൊണ്ടാണ് വാൻപേ കുഞ്ഞാണിയാ ഇജ്ജെവിടെ? അല്ല എന്തായി തീരുമാനം? ഞാനേ ഫോണ് ചാർജ് കഴിഞ്ഞപ്പോ ഒന്ന് ചാർജ് ആക്കാൻ പോയാ. എല്ലാം റെഡി അല്ലേ? സാധനൊക്കെ വന്നിട്ടുണ്ട്. ഓ മെയിനാണ് എന്റെ. സാപ്പിയാ പോട്ടെ. ഇവിടെ നാരങ്ങ ബീച്ചിലെ പരിപാടിയിലാണ്. സാലു സാപ്പി ഫുൾ ടീമുണ്ട്. സ്റ്റാറ്റസ് അപ്പൊ ഇവിടെ എല്ലാം റെഡി ആക്കാണ്. പാത്രങ്ങള് കയ്യാകല്ല വെള്ളം. ദോസ്ത് രാവിലെ മുതലേ നിങ്ങൾ തന്നെയല്ല ഇതില്. സംഗതി ഒക്കെ ഓക്കെ അല്ലേ? ഇനി കുറച്ച് മഴ പോയി. മഴ കണ്ടിഞ്ഞ് ഭൂമി ഓക്കെ. മഴ പോയി വല്ല സുനാമി വരാ വന്ന്. സിറപ്പാണ് അല്ലേ? ശരി. ഇത് വെറും വെള്ളം. അപ്പൊ പൈനാപ്പിൾ ജ്യൂസിനില്ല. അപ്പൊ ഞാൻ കരുതി ചോറാണ്. അപ്പൊ ചെക്കന്മാർ സജീവ നമ്മളെ മാൻപ. അപ്പൊ നിങ്ങൾ ടൈം ആയാ മതി. അല്ല ചോറെത്തിയോ? ചോറ് നമ്മള് ഉസ്മാൻ രാവിലെ ചോറിന് വീഡിയോ എടുത്ത് പോന്നാണ്. രാവിലെ എത്തും. എന്നാലേ മഴ ഉള്ളിടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഷെയ്ഖാണ് അവിടെ. സൗദി അറേബ്യ പൗതി ഇയാൾ തന്നെയാണ് അല്ലേ?
ആ നമ്മളെ അലിയാക്കന്റെ ഇവിടെ നമ്മളെ എല്ലാം 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 അലിയാക്കാന്റെ വീടാണ്. പോക്കാച്ചി നീ കാണലുണ്ടോ? ചാനൽ കാണലുണ്ടോ? ജി ഒരു കുറവായിരിക്കുന്നു. എങ്ങോട്ടായിരുന്നു? അപ്പൊ നമ്മളെ ചോറാണ് വരുന്നത് കേട്ടോ. നമ്മളെ ഉസ്മാനിയ ഹോട്ടലിന് ചോറ് കൊണ്ടുവരാണ്. താത്തിട്ടോ നേരത്തെ കൂടെ പോയിക്കോ. നിലത്തിട്ടോ മുന്നൊന്നും പേടിയില്ല എന്ത്. അപ്പൊ നമ്മളെ ചെമ്പത്തിന് വരിക. കാര്യപ്പെട്ട ചെമ്പ് വാ കുഞ്ഞോ. കുഞ്ഞോ എല്ലാരും കൂടെ കൂടി പിടിച്ചോട്ടോ. ഏതാ ഐഡിയ വണ്ടിയാണ് പൊന്തിച്ചേക്കാണ്. ഐഡിയ ആണൊക്കെ ദമ്മാണ് ദമ്മ്. ആ അതൊക്കെ ഐഡിയ ആണ്. ടിപ്പറിന്റെ ഐഡിയ ആണൊക്കെ. പിന്നെ ടിപ്പർ ലോറിന്ന് മറ്റിലിറക്കുന്ന ദമ്മുണ്ടല്ല. ദമ്മ് പൊട്ടിച്ചിട്ടില്ല. ദമ്മ് പൊട്ടിച്ചുമ്പോഴാണ് വരും. ചെറിയതായിട്ട് ഭയങ്കര പാറ്റുണ്ട് കേട്ടോ. ചെക്കന്മാരൊക്കെ ഇതിലിങ്ങനെ നിക്കാണ്. അതായത് സമയമുണ്ട്. അപ്പൊ ഏത് പോയാലും കുഴപ്പമില്ല. ആസിക്ക വാ. മാനു പിന്നെ നേരത്തെ തന്നെ ഉണ്ട്. മാനുവാ നാരങ്ങ മധുരം നോക്കാന്. ആരാ ഉണ്ണിക്കുട്ടനൊക്കെ അവിടെ? നമ്മളെ ജ്യൂസ് മേക്കർ ഉണ്ട് ഇവിടെ. ജ്യൂസ് മേക്കർ വേളോ എവിടെ മധുരം നോക്കാതെ. ഇത് പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിള് മധുരം കൂടുതലാണെങ്കിൽ മോട്ടർ ഇടും. ഇതാണ് മധുരം കൂടുതലാ മോട്ടർ ഇടും. ലെവലോ ചെമ്പറക്കണ വീഡിയോ ഉണ്ട് ഇതില്. നിങ്ങൾ കണ്ടോണ്ടി. നിസാമ സൈഡിലെ ചവിട്ടി പിടിച്ചു. ചെമ്പ് ഇങ്ങോട്ട് വന്നില്ലേ ചെക്കന്മാര്. സജിയ കേട്ടോ. ആ സൂപ്പറാണ്. അത് മതി. സ്റ്റാറ്റസിനെല്ലാം എടുക്കണില്ലേ? എടുക്കണം കേട്ടോ. ആരാണ് അനിപ്പാ? എന്താ സെറ്റപ്പ് സാറല്ലേ? മതി. മഴ പോയിട്ടോ. മഴ പോയി. ഇങ്ങനെയാണ് പോണത്. ഐഡിയകൾ നമ്മളെടുത്തുള്ളത്. ഇണ്ടിയാ എവിടെ ഇണ്ണി കുട്ടി വരുന്നുണ്ട്. എത്താർത്താളോ ആരായി വരുന്നേ? ഭയ്യണ്ണ. ആ നല്ല കുട്ടി കുഞ്ഞോ സാറല്ലേ? അപ്പൊ മഴ പെയ്തപ്പോ ചെറുക്കന്മാര് കണ്ടോ ഫുള്ള് തുടക്കാണ്. ടേബിളൊക്കെ തുടച്ച് ക്ലിയർ ആക്കാണ്. രണ്ടാമത്തെ ഷെയ്ക്ക് എത്തി നമ്മള്. രണ്ടാമത്തെ ഷെയ്ക്ക്. അത് പിന്നെ മറ്റേ ഷെയ്ക്ക് ഇവിടെ വന്നു പോയി. ദോസ്താ കുഞ്ഞാപ്പു അപ്പൊ നമ്മളെ സമൂസ എത്തി. നമ്മളെ ചെക്കന്മാരൊക്കെ നമ്മളെ ഇതാണ് കേട്ടോ. ഒക്കെ നമ്മളെ സബ്സ്ക്രൈബ്സ് ആണ്. അതാണ് നമ്മളെ അനീസ. എന്നെ കണ്ടിട്ടില്ല. ഉച്ചരിട്ട് സാറായിക്കോട്ടെ.
മൂടിട്ടൊക്കെ കാണുന്നത് അത് അത് പൊട്ടിച്ചലുണ്ട്. ഇനി എന്താ ആ വാപ്പുത്തി വാപ്പുവിന് ഇപ്പോഴാണ് പീടിന്ന് വന്നത്. എത്തി ശരീഫാണ് ശരീഫ ഓ വത്തക്കെത്തി ലോങ് എന്നാണ് ഈ വരുന്നത്. പിന്നെ നോക്ക് ഏയ് അല്ല. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ മൈക്കൊന്ന് ചാർജ് കഴിഞ്ഞിട്ടോ. അപ്പൊ അബു സക്കീറൊക്കെ അവിടെ വർത്താനം പറഞ്ഞിരിക്കാണ്. ഫുൾ ടീം റെഡി ആയിട്ട് നിൽക്കാണ്. നമ്മളെ മൈക്ക ചാർജ് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അതാണ് ഇപ്പോ വോയിസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ച് കുട്ടികളൊക്കെ ഇരിക്കൽ തുടങ്ങിട്ടോ. ഫുള്ള് ചെക്കന്മാര് വത്തക്കയും സമൂസയും എല്ലാം ഈത്തപ്പയൊക്കെ വെച്ചോണ്ടിരിക്കാണ്. ബാബു വത്തക്കനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് മൈക്ക അപ്പൊ ചാർജ് കഴിഞ്ഞോണ്ട് അത് കേട്ടിട്ടില്ല. അത് ഞാൻ അറിഞ്ഞില്ല. അനീസല്ലരാ തകർത്താണോ സുഖല്ലേ? പിന്നെ യൂസുഫിന്റെ കുട്ടി ബീരാക്ക അവിടെ റെഡി ആയിട്ടിരുന്നിട്ടുണ്ട്. അത് നമ്മൾ ഉസ്മാനും കുട്ടികളും ഉസ്മാന്റെ കുട്ടികളാണത്. ഇവിടെ നമ്മളെ അജ്ജു ആ ടീമൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ചെക്കന്മാരും സജീവമായിട്ടുണ്ട്. മോനൂസ കൊണ്ടത് ബിച്ചുട്ടി സച്ചുട്ടി അതല്ല നമ്മളെ കുഞ്ഞൂസ് റമിക്കുട്ടനും കുഞ്ഞൂസ് സഞ്ജു. ഇതിപ്പോ അപ്പത്തെ ആ വോയിസ് പോയതുകൊണ്ടല്ല പോക്കായി. ഞാൻ നല്ല ഉഷാറിൽ വോയിസ് ഒക്കെ എടുത്തിന്. അതിന്റെ ഇടയിൽ ഇപ്പൊ മൈക്ക് സ്ലിപ്പാക്കി. കണ്ടപോലെ ചെക്കന്മാരുണ്ട് കേട്ടോ. ചെക്കന്മാരൊക്കെ നല്ല കഷ്ടപ്പെട്ടാണ്. ഉച്ചക്കൊക്കെ നിന്ന് ലൈറ്റൊക്കെ ഉഷാറാക്കി എല്ലാരും നല്ല കഷ്ടപ്പെട്ടാണ് ഇതിന്. മാനു മുസ്തഫ സക്കീർ ഫുൾ ടീം മാനു ഓല എടുക്കണില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ്. ഓല എവിടെ നോക്കിയാലും ഓല തന്നെയാണ്. എപ്പോഴും മാനും മുസ്തഫാക്കിയൊക്കെ തന്നെ ഇതില്. അപ്പൊ അങ്ങനെ ഏകദേശം എല്ലാം റെഡി ആയിക്കണ്ടോ. ഐസ് ബുക്കാർ എന്താ പറയുക? ബുക്കാർ വല്ല നമ്മളെ ജാഫർ വല്ല എന്താ പറയുന്നത്? ബൾബുമ്പോ ചാരണ്ടെന്ന് പറയുന്നത്. കറണ്ട് പിടിച്ചു മോളൂസ് ബാവട്ടൻ നമ്മളെ 14 വാർഡ് മെമ്പർ അബു എല്ലാരും ഉണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം വെച്ച് കഴിഞ്ഞിട്ടോ. ഇനി ആളുകൾ വന്നിരുന്നാൽ മതി. സമയമുണ്ട് കുറച്ചുകൂടി. അപ്പോൾ ഏകദേശം എല്ലാം ഇരുന്നു. കുട്ടികളൊക്കെ ആദ്യം ഇരുന്നേന്. അപ്പോൾ ആളുകളൊക്കെ ഇരിക്കൽ തുടങ്ങിട്ടോ. ആളുകളൊക്കെ ഇരിക്കൽ തുടങ്ങി. നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം ആകാനായി. അപ്പോൾ ഇരുന്നാലല്ലേ സീറ്റ് എത്ര ഉണ്ടെന്ന് അറിയുള്ളൂ. ഇത് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. ഒക്കെ നമ്മളെ ഷാജൂസ് മീഡിയയുടെ സബ്സ്ക്രൈബറാണ് നമ്മളൊക്കെ. അതൊക്കെയാണ് നമ്മളെ താരങ്ങള്.
വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഓലെ അഭിപ്രായങ്ങളൊക്കെ പറയും. മാക്സിമം ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിന്. പിന്നെ കൂട്ടത്തിലാവുമ്പോൾ എല്ലാവരും അങ്ങനെ എടുത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. വെളുത്ത ടീം എല്ലാവരും ഉണ്ട്. ഇതൊക്കെയാണ് ഒരു സന്തോഷം കേട്ടോ, നമ്മുടെ നാടിന്റെ എല്ലാവരും ഒത്തൊരുമിച്ച്. ഇതൊക്കെയാണ് ഒരു സന്തോഷം. ആ രസയറും കുട്ടി സംസ്കൃത പോണ്. സംഗതി ഗ്രൗണ്ടിലേ നല്ല രസമായി. നമ്മളെ പാത്തോളം ഇവിടെ ഉണ്ട്. നമ്മളെ സബാണ് കേട്ടോ, സബ്സ്ക്രൈബ് നമ്മളെ വ്യൂവേഴ്സ് ആണൊക്കെ. എല്ലാരും റെഡി ആയി കഴിഞ്ഞു. രസകാക്ക നീച്ച് നോക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ എന്താ വെച്ചാലേ നമ്മൾ ഇതില് ഇപ്പൊ ഒരു വീഡിയോ ഉദ്ദേശം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളൊക്കെ ഒരു 10 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ആരൊക്കെ ഉണ്ടാകുക അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ചിലവർ കുറെ വിദേശത്തേക്കാരെ, ചിലവർ മരിച്ചു പോയേക്കും, ചിലവർ കുട്ടികളൊക്കെ വലുതാക്കും. അപ്പൊ നല്ല മാറ്റങ്ങൾ വരും നമുക്കൊക്കെ. അപ്പൊ അതൊക്കെ കാണാന് അത്രേ ഉള്ളൂ ഇതിലെ ഉദ്ദേശം. അതൊക്കെ ഒന്ന് കാണാനും ഒന്നുമില്ല, നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാല് എല്ലാവർക്കും ഒന്ന് കാണാം. ആകെ കുറച്ചു കാലല്ലേ നമുക്കൊക്കെ ജീവിതമുള്ളൂ ഇവിടെ. അതിന്റെ ഇടയിലുള്ള ഈ പൊട്ടിക്കുരിശിലല്ലേ. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ എല്ലാരും അത് കാണാം, നമുക്ക് എന്തൊക്കെ മാറ്റം വന്നിരിക്കുന്നൊക്കെ അറിയാം. എത്ര ആൾക്കാർ ഇതിൽ പിന്നെ ജീവിച്ചിരിപ്പുണ്ട്, എത്ര ആൾക്കാർ മരിച്ചു, കുറെ ആൾക്കാർ വിദേശത്ത്, കുട്ടികളൊക്കെ വലുതായി. അതാണ് ഇപ്പൊ ഇതിലൊക്കെ ഒരു രസം. ആചാരം എന്താ പറയണ്ട്? ആചാരം ഒന്നാമത് ഇതിന്റെ വോയിസ് കട്ടായിരിക്കണം, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാരും ബാങ്കും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കാണ്. പൈസ എന്താ പറയുന്നത്? ഞാനിത് എന്താണെന്ന് വെച്ചാൽ മൈക്ക് ചാർജ് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. സംഭവം എക്സ്ട്രാ മൈക്കൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒന്നാമത് അങ്ങനെ കുറേ നേരം ഇങ്ങനെ എടുത്തായിരുന്നല്ലേ, അപ്പോൾ ശ്രദ്ധിച്ചില്ല ഞാൻ. അനീസ് അനീസ് സുലൈമാക്ക സൈറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കരീമാക്ക, ചെക്കൻ, രഞ്ജിത്ത്, സജ്ജി, ബാബു, പിന്നെ ജംഷീർ, അങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ മേൽനോട്ടം നടത്താണ്. ഞാൻ ബാവട്ടൻ്റെ അവിടെ രാജു, ബാവട്ടൻ അവിടെ, രാജ് എവിടെയാണ്, സുനിയേട്ടൻ, ഉണ്ണിക്കുട്ടൻ പിന്നെ രാവിലെ തന്നെ ഉണ്ട്. നമ്മളെ ബാവട്ടനുണ്ട് അവിടെ. എല്ലാവരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അതിന്റെ വോയിസ് ഇതിന് കട്ടായി പോയി. അപ്പൊ രണ്ടാമത് ഈ വോയിസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ ഇപ്പുറത്ത് കുറച്ച് അയൽവാസികളൊക്കെ ആയിട്ടുള്ള സ്ത്രീകളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ. എല്ലാരും ഇരുന്നപ്പോ കാണാൻ തന്നെ നല്ല രസല്ലേ. ഇവിടെ പിന്നെ ഇതിന്റെ സംഘാടകര് എല്ലാവരും ഇവിടെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇവിടെ നിന്നാണ് നോമ്പ് തുറക്കാറ്. ഈത്തപ്പഴം, വെള്ളം, ഫ്രൂട്ട്സ് ഒക്കെ അവിടെ വെച്ചേക്കാണ്. ഞാനൊക്കെ ഇവിടുന്നാ തുറന്നത്. ഞാനൊന്നും അവിടെ പോയി ഇരുന്നിട്ടില്ല. കാരണം എന്താ വെച്ചാല് നമ്മളൊക്കെ ഇവിടെ അപ്പൊ അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടോ. ബാങ്ക് കൊടുത്തു, എല്ലാവരും നോമ്പ് തുറക്കുന്നു. അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله അങ്ങനെ ബാങ്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ പൊട്ടിച്ച് ബാവട്ടനും ടീമൊക്കെ ഫുള്ള് ചോറൊക്കെ കുത്തുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇനി ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെ ചോറ് ബീഫ് ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്. ബീഫ് പറ്റാത്തവർക്ക് ചിക്കൻ ബിരിയാണി വേറെ വെച്ചിട്ടുണ്ട്, വേറെ ചെമ്പിലാണ്. അപ്പോൾ അടിപൊളി ബിരിയാണി ഉണ്ട്. അവൻ രാവിലെ ഇട്ടിനല്ല അതിൻ്റെ വീഡിയോ. ഉസ്മാനിയ ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ റസീദൊക്കെ ഇവിടെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ചെക്കന്മാരൊക്കെ ബിരിയാണി സപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ചോറ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനിപ്പാ നന്ദു കഴിച്ചോളൂ എന്റെ കമന്റ് ഇന്നാള് ഞാനേ വീഡിയോ ഒക്കെ പിന്നെ കണ്ട് കഴിഞ്ഞിട്ടൊക്കെ കാണുന്നു. അപ്പൊ വരുന്നില്ലല്ലോ. ഉണ്ണിയേട്ടൻ ഗോവേട്ടൻ വൈകി അല്ലേ? ബൈക്ക് പോയി നേരം വൈകിയാലോ. ബാബു നീ കഴിച്ചോ? അപ്പൊ നമ്മളെ ഇഫ്താറിന്റെ ഇത് ഏകദേശം ഇങ്ങനെ ഒതുങ്ങി. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാണ്, ചോറ് കഴിച്ചുകൊണ്ടിരിക്കാണ്. പിന്നെ ഇനി കുറച്ച് കൂടി ആൾക്കാർ ഇരിക്കാണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഇഫ്താർ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നെ കൊണ്ട് കഴിയണ മാതിരി മാക്സിമം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഏകദേശം എല്ലാവരും പിരിഞ്ഞു. പിന്നെ ഇതിന് രാവിലെ മുതലേ കുറേ ദിവസങ്ങളായിട്ട് ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെക്കന്മാരാണൊക്കെ. അപ്പോൾ ഓർക്ക് എല്ലാവരും പാടെ കൂടിയിരുന്നാണ്ടൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. അതൊക്കെ എല്ലാം പിന്നെ കാണാണ്ടാവുള്ളൂ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും.